ഇനി ഈ അധ്യായത്തിലെ ലാസ്റ്റ് ഒരു ടൈപ്പ് കൂടിയാണ് ചോദ്യങ്ങൾ. ലാസ്റ്റ് ശ്രദ്ധിച്ചു. നമ്മൾ ഇതുവരെ എല്ലാ ചോദ്യങ്ങളിലും എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ ഇക്വേഷനും വന്നിരുന്നത്. എക്സ് സ്ക്വയർ. നമുക്കതിന് പകരം 2x സ്ക്വയറിനോ 3x സ്ക്വയറിനോ മറ്റൊക്കെ വന്നാൽ എന്ത് ചെയ്യുക? അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ പറയുക? 2x സ്ക്വയർ മൈനസ് 7x മൈനസ് 15 ഇത്തരത്തിലൊക്കെ വന്നാൽ എന്ത് ചെയ്യുക? നമുക്ക് എക്സ് സ്ക്വയർ വന്നാൽ നമ്മളൊരു പരിധി വരെ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ പകുതിയുടെ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യും അല്ലെ? എക്സ് സ്ക്വയർ വന്നാൽ ഈ എക്സ് സ്ക്വയറിന് പകരം 1x സ്ക്വയറിന് പകരം 2x സ്ക്വയർ 3x സ്ക്വയർ എന്നൊക്കെ വെച്ച് വന്നാൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുന്ന കണക്ക് വരുന്നത് അല്ലെ, നമ്മൾ ഒരു പ്രത്യേക ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അത്രയും കണക്ക് ചെയ്യാൻ. ഒരു ഫോർമുല നമ്മൾ ഉപയോഗിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c = 0 എന്നുള്ള രൂപത്തിലാണ് നമുക്ക് ഇക്വേഷൻ വരുന്നതെങ്കിൽ എക്സിന്റെ വില കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നെഗറ്റീവ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഈ ഫോർമുല ഉപയോഗിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ എന്താ പറഞ്ഞേ? ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c = 0 എന്നുള്ള രൂപത്തിലാണ് ചോദ്യം വരുന്നത്. അതായത് 2x സ്ക്വയറിനോ 3x സ്ക്വയറിനോ 5x സ്ക്വയറിനോ മറ്റേതെങ്കിലും രൂപത്തിലാണ് കാര്യങ്ങൾ വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എക്സിന്റെ വില കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണത്? നെഗറ്റീവ് ബി ബൈ ഹാർട്ട് ചെയ്യുക. ഒരു കാലത്ത് അത് മറക്കരുത്. നെഗറ്റീവ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യണം. ഇതുപയോഗിച്ച് മാത്രമേ ഇനിയുള്ള കണക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ബൈ ഹാർട്ട് ചെയ്യണം. ശരി, ഇതിൽ എന്തൊക്കെ കാണാനുണ്ട്? എ ഉണ്ട്. എ എന്ന് പറയുന്നത് എന്താ? എക്സ് സ്ക്വയറിന്റെ കൂടെ വരുന്ന ആളെയാണ് നമ്മൾ എ എന്ന് വിളിക്കുക. ആരാണ് ബി? എക്സിന്റെ കൂടെ വരുന്നവൻ ആരാണോ അവനാണ് ബി. ആരാ സി? ഒറ്റയ്ക്ക് നടക്കുന്ന ആള്. എക്സിന്റെ ആരോ ഒറ്റയ്ക്ക് നടക്കുന്ന ആളാണ് സി. എയും ബിയും സിയും മനസ്സിലായ? എയും ബിയും സിയും പിടികിട്ടിയ? എ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് സ്ക്വയറിന്റെ കൂടെ വരുന്ന സംഖ്യ. എക്സ് സ്ക്വയറിന്റെ കൂടെ ആരാണോ അതാണ് എ. എക്സിന്റെ കൂടെ ആരാണോ അതാണ് ബി. ഒറ്റയ്ക്ക് നടക്കുന്നത് ആരാണോ അതാണ് സി. ഇതുപയോഗിച്ചുകൊണ്ട് നമുക്ക് എക്സിന്റെ വില കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് മുകളിലും വരയ്ക്കുക, താഴെയും വരയ്ക്കുക. ഇംഗ്ലീഷുകാര് എന്താ എഴുതുന്നത്? ഇഫ് ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c = 0 then x = ഇതല്ലേ എഴുതി വെച്ച്? എഴുതി വയ്ക്കുക മാത്രമല്ല, ഒരു 10 പ്രാവശ്യം അതൊന്ന് പറഞ്ഞ് ബൈ ഹാർട്ട് ചെയ്യണം. 10 പ്രാവശ്യം പറയും. എക്സ് ഈക്വൽ ടു നെഗറ്റീവ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. നെഗറ്റീവ് ബി പ്ലസ് ഓർ മൈനസ് നെഗറ്റീവ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇതുപയോഗിച്ച് നമുക്കത് കണ്ടുപിടിക്കാം. എല്ലാവരും മുകളിലും അതിൻ്റെ താഴെയുമായിട്ട് മൊത്തം വരയ്ക്കുക. ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. ഓക്കെ, ഇനി ഇത് ഉപയോഗിച്ച് ചെയ്യേണ്ട ഈ കണക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാര്യങ്ങൾ ക്ലിയർ ആവും എന്ന് കരുതാം അല്ലേ?
2x² മൈനസ് 7x മൈനസ് 15 ഈക്വൽ ടു 0. സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രശ്നം പരിഹരിക്കുക, പ്രശ്നപരിഹാരം കാണുക എന്നുള്ള അർത്ഥം സോൾവ് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് പറയാം. നമുക്ക് ഇങ്ങനെയാണ് ചോദ്യം വന്നിരിക്കുന്നതെന്ന് കരുതുക. ശ്രദ്ധയോടെ ഇരിക്കുക. നമ്മൾ നോക്കുമ്പോൾ x² കൂടെ വന്നിരിക്കുന്നത് 2 ആണ്. മൈനസ് 7x മൈനസ് ഇപ്പൊ കാണാം അല്ലേ, നേരത്തെ എഴുതിയത് കാണുന്നത്. ശരി, ഇത് സോൾവ് ആണ് കേട്ടോ. സോൾവ് ചെയ്യും, പരിഹാരം കാണുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നിന്ന് എക്സിന്റെ വില കണ്ടുപിടിക്കുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ കേട്ടാ. ശരി, നമ്മളിവിടെ നോക്കുമ്പോൾ x² കൂടെ വന്നിരിക്കുന്നത് 1 ഒന്നാണെങ്കിലാണ് നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന ഏതെങ്കിലും മാർഗത്തിലൂടെ നമുക്ക് ചെയ്യാം. സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുകയോ മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ നമുക്കത് ചെയ്യാം. ഇത് 2 ആണ്, 2 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ മാർഗം പറ്റില്ല, ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ അല്ലേ. അപ്പൊ നമ്മൾ ആരാണ് എ, അതാണ് ആദ്യം കേട്ടോ. x² കൂടെ നടക്കുന്നവനാണ് എ. അപ്പൊ a = 2. എക്സിന്റെ കൂടെ നടക്കുന്നവനാണ് ബി. എക്സിന്റെ കൂടെ ആര് നടക്കുന്നത്? 7 അല്ലത്. അതായത് എക്സിന്റെ കൂടെ നടക്കുന്നത് -7 ആണ്. അപ്പൊ ബിയുടെ വില എന്ന് പറയുന്നത് -7. അപ്പൊ എയുടെ വില കിട്ടിക്കഴിഞ്ഞു, ബിയുടെ വില കിട്ടിക്കഴിഞ്ഞു. ഇനി ആരാണ് സി എന്ന് പറയുന്നത്? സി എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നടക്കുന്ന ആളാണ്. ഒറ്റയ്ക്ക് നടക്കുന്ന ആളെന്ന് പറഞ്ഞാൽ എക്സ് ഇല്ലാതെ ഒറ്റയ്ക്ക് നടക്കുന്ന ആള്. 15 അല്ലത്, -15. എ കിട്ടിയത് പിടി കിട്ടിയ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടെ വേണം എഴുതാനായിട്ട്. അപ്പോൾ എയുടെ വില എന്ന് പറയുന്നത് 2 ആണ്, ബിയുടെ വില എന്ന് പറയുന്നത് -7 ആണ്, സിയുടെ വില എന്ന് പറയുന്നത് -15 ആണ്. എയും ബിയും സിയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ അല്ലേ? എ ബി സി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സിന്റെ വില കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതുന്നു. x = -b ± √b² - 4ac ഡിവൈഡഡ് ബൈ 2a. ഫോർമുല എടുത്ത് എഴുതി. ഇത് ഒരു കാലത്തും മറക്കാൻ പാടില്ലാത്ത ഫോർമുലയാണ്. നിങ്ങളുടെ എത്ര കാലം കഴിഞ്ഞാൽ ഇത് ഓർമ്മയിൽ നിൽക്കാവുന്ന തരത്തിലുള്ള ഫോർമുലയാണ് അല്ലേ. ശരി, നമുക്ക് നെഗറ്റീവ് ആണ്. ശ്രദ്ധയോടെ ഇരിക്കുക. നെഗറ്റീവ് ആണ്. അപ്പം നെഗറ്റീവ് ബി ആരാണെന്ന് ചോദിച്ചപ്പോൾ -7 ആണ്. അപ്പം നെഗറ്റീവ് ഒന്ന് പറയാം. ആദ്യം ഫോർമുലയില് നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ബി എന്ന് പറഞ്ഞപ്പോൾ -7. അപ്പം 2 നെഗറ്റീവ് വന്നിട്ടുണ്ട് കേട്ടോ. ± √b² - 4ac എന്ന് പറഞ്ഞാൽ b² എന്ന് പറഞ്ഞാൽ -7ന്റെ സ്ക്വയർ b² മൈനസ് 4ac എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു എയുടെ വില എത്രയാ? എയുടെ വില 2 ഇൻറ്റു സി. സിയുടെ വില എത്രയാ? 4ac എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു എ ഇൻറ്റു സി നടക്കും. സിയുടെ വില എത്രയാ? -15 ഡിവൈഡഡ് ബൈ 2a എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 2. ശരി, 2 നെഗറ്റീവ് വന്നാൽ അത് പോസിറ്റീവ് ആയിട്ട് മാറി. 7 7 ± √. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും സ്ക്വയർ എപ്പോഴും പോസിറ്റീവ് വരും. -7ന്റെ സ്ക്വയർ നെഗറ്റീവ് വന്നതുകൊണ്ടാണ് ബ്രാക്കറ്റ് ഇട്ടത് കേട്ടോ. നെഗറ്റീവ് വന്നാൽ ബ്രാക്കറ്റ് ഇടണം നിർബന്ധമായിട്ട്. അപ്പോൾ 7ന്റെ സ്ക്വയർ എത്ര? 49. -49 അല്ലേ? നെഗറ്റീവിന്റെ ആണെങ്കിലും പോസിറ്റീവിന്റെ ആണെങ്കിലും സ്ക്വയർ എപ്പോഴും പോസിറ്റീവ് മാത്രമേ വരുള്ളൂ. സ്ക്വയർ പോസിറ്റീവ് മാത്രമേ വരുള്ളൂ. അപ്പോൾ 49. ഇനി നോക്കിയാൽ ഇത് ഗുണിക്കലാണ്. ഇവിടെ എത്ര നെഗറ്റീവ് വന്നാൽ നോക്കി? 2 നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതെന്താവും? പ്ലസ് ആവും. 1 നെഗറ്റീവ് ഉള്ളുവെങ്കിൽ മൈനസ് ആവും. 2 നെഗറ്റീവ് ആണെങ്കിൽ അത് പ്ലസ് പോസിറ്റീവ് ആയിട്ട് മാറും. ഇനി ഗുണിക്കാം. 4 × 2 8 15 എത്രയാ? 120. ഇവിടെ പ്ലസ് വന്ന കഥ മനസ്സിലായില്ലേ? 2 നെഗറ്റീവ് ഗുണനാണ്. -4 2 -5 ഗുണിക്കുക. 2 നെഗറ്റീവ് വന്നാൽ പ്ലസ് ആണ്. ഗുണിച്ചപ്പോൾ 120 ഡിവൈഡഡ് ബൈ 4. അതായത് 7 ± √. ഇത് കൂട്ടിയപ്പോൾ 169 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഡിവൈഡഡ് ബൈ 4. അതായത് 7 ± 169 സ്ക്വയർ റൂട്ട് എത്രയാണ്? 13/4. ഇനി നമുക്ക് ആദ്യം +13 കിട്ടാം അല്ലേ. അതായത് താഴെ എഴുതേണ്ടതാണ് കേട്ടോ. ഞാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പ്രത്യേകം എടുത്ത് എഴുതിയതാണ്.
അല്ലെങ്കിൽ ഒന്നും കൂടി എഴുതാൻ പറ്റുമോ അല്ലേ? 7 + 13/4. 7 + 13 എത്രയാണ്? 20/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. എക്സിൻ്റെ ഒരു വില കിട്ടിയിരിക്കുന്നു 5. ഈ രണ്ടാമത്തെ ഞാൻ താഴെ എഴുതേണ്ടാണ്, സ്ഥലമില്ലാത്തതുകൊണ്ട് പിടിക്കെടുത്തത് കേട്ടോ. അതായത് 7 - 13/4. വേറെ വേറെ ചിഹ്നമാണ്, വലിയ വലിയ ചിഹ്നം എടുത്ത് എഴുതി. 13 7 കുറച്ച് എത്രയാണ്? -6/4. നമുക്കതിനെ ചെറുതാക്കാൻ പറ്റും അല്ലേ? അതായത് ഇവർ രണ്ടുപേരും 3ൻ്റെ ആൾക്കാരാണ്, ഇവർ രണ്ടുപേരും 2ൻ്റെ ആൾക്കാരാണ്. ഇവിടെ 3 പ്രാവശ്യം, ഇവിടെ 2 പ്രാവശ്യം, -3/2 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ 2 വിലകളിലേക്ക് നമുക്ക് കിട്ടിയത് 5 അല്ലെങ്കിൽ -3/2. എത്തിയോ നോക്കി, നന്നായിട്ട് നോക്കി, ക്ലിയർ ആവുണ്ടോ നോക്കി. ഒന്ന് 2 പ്രാവശ്യം നന്നായിട്ട് അത് നോക്കുക, അതിന് ശേഷം മാത്രം എഴുതിയിരിക്കുക. ഇവിടെ നമ്മൾ എക്സിൻ്റെ 2 വിലകൾ കണ്ടെത്തി കഴിഞ്ഞു, 5ഉം -3/2. എപ്പോഴാണ് നമ്മൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുക? x² കൂടെ വരുന്ന ആൾക്കാർ ഒന്നല്ലാത്ത സംഖ്യ വന്നാൽ, 2, 3, 4, 5 അങ്ങനെയുള്ള സംഖ്യ വന്നാൽ നമ്മൾ ഇത്തരത്തിൽ വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ശരി, ഓക്കെ. എല്ലാവരും ഇത് എഴുതിയിരിക്കൂ കേട്ടോ. എഴുതിയെടുത്ത് കഴിഞ്ഞു അല്ലേ? അടുത്തത് പേജ് നമ്പർ 97 എടുത്തേ. പേജ് നമ്പർ 97 അതിൽ ഒന്നാമത്തെ ചോദ്യം. എല്ലാവരും ചോദ്യം എഴുതി കഴിഞ്ഞു അല്ലേ? എന്താണ് ചോദ്യത്തിൽ പറയുന്നത്? ദ പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ ഈസ് 42 meters. ഒരു റെക്റ്റാങ്കിളിൻ്റെ ചതുരത്തിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് നമുക്ക് തന്നിരിക്കുന്നു. ആൻഡ് ഇറ്റ്സ് ഡയഗണൽ ഈസ് 15 centimeter. അതിൻ്റെ വികരണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ 8, 10, 14 എന്നൊക്കെ പറഞ്ഞിട്ട് വികരണങ്ങൾ ചെയ്തില്ലേ? അതുപോലെ വേണം ഇത് ചെയ്യാനായിട്ട്. ഡയഗണൽ എത്രയാ? 15 centimeter. വാട്ട് ആർ ദി ലെങ്ത്സ് ഓഫ് ഇറ്റ്സ് സൈഡ്സ്? അതിൻ്റെ വശങ്ങളുടെ നീളങ്ങൾ എത്രയാണ്? ഇതാണ് നമ്മുടെ ചോദ്യം പറയുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ചോദ്യം. എന്താണ് നമ്മുടെ ചോദ്യത്തിൽ പറയുന്നത്? ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 42 meters. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. നമുക്ക് പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ചുറ്റളവ് തന്നിട്ടുണ്ട്. ചുറ്റളവ് തന്നിട്ടുള്ള കണക്കുകളിലൊക്കെ ആദ്യം ചുറ്റളവ് എടുത്ത് വേണം എഴുതാനായിട്ട്. ചുറ്റളവ് എത്രയാ? പെരിമീറ്റർ എത്രയാ? 42 meter, 42 meter എന്ന് തന്നിട്ടുണ്ട്. പെരിമീറ്റർ കിട്ടിയാൽ ചുറ്റളവ് കിട്ടിയാലൂടെ തന്നെ അതിൻ്റെ ഫോർമുല എടുത്തേക്കാം. 2 × L + B. ഇങ്ങനത്തെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ചുറ്റളവ് പെരിമീറ്റർ തന്നിട്ടുള്ള കണക്കുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതാണ് ആദ്യം എഴുതുന്നത്. എന്നിട്ട് അതിൻ്റെ ഫോർമുല എടുത്തേക്കാം. ഇത് പല പ്രാവശ്യം ചെയ്ത് പഠിക്കാം കേട്ടോ. 42. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2 അങ്ങോട്ട് മാറ്റും അല്ലേ? അപ്പോൾ L + B = 42 / 2 that is equal to 21. ശരി, അപ്പോൾ നീളവും വീതിയും കൂടി കൂട്ടുമ്പോൾ 21 കിട്ടി. ഇനി നമ്മൾ ലെങ്ത്തിനെ ലെങ്ത്ത് L, B, X. ഇതിനെ X ആയിട്ട് നമ്മൾ കരുതുന്നു. ശരി, അപ്പോൾ അങ്ങനെ വരിക X + B = 21. അങ്ങനെയാണെങ്കിൽ B = B എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് ആണ്. എന്താ വരിക? 21 - X. B എന്ന് പറഞ്ഞാൽ എന്താ? ബ്രെഡ്ത്ത് ആണ്.
അതായത് വീതിയാണത്. വീതി ബി സമം 21 മൈനസ് എക്സ്. നമുക്ക് അങ്ങനെ ഒരു ചതുരം നമുക്കൊന്ന് വലതുഭാഗത്തുനിന്ന് വരച്ചു നോക്കാം. ശരി, ഇതിന് നീളം എത്രയാണ് പറയേണ്ടത്? ലെങ്ത്തിനെ നമ്മൾ എന്താ വിളിച്ചത്? എക്സ്. ബ്രെഡ്ത്തിനെ നമ്മൾ എന്താ വിളിച്ചത്? 21 മൈനസ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഡയഗണൽ എത്രയാ? 15 സെൻറ്റി. ഡയഗണൽ 15 മീറ്റർ. ഇത്രയും തന്നിട്ടുണ്ട്. സാധിക്കുമോ എന്നല്ല, അത് സാധിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യത്തിൽ പറയുന്നത്. നേരത്തെ അങ്ങനെയായിരുന്നില്ല. നേരത്തെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെയായിരുന്നു. ഇതാണ് അളവ്. എന്നിട്ട് എക്സ് എന്താണ്, അതായത് ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എന്താണ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ നോക്കി, നമ്മൾ എന്ത് ചെയ്തു? എ ബി സി ഡി എന്ന് പേര് കൊടുത്തു. ഈ റൈറ്റ് ട്രയാങ്കിൾ എടുക്കുന്നു. നേരത്തെ പോലെ തന്നെ ചെയ്യേണ്ടത്. ഇൻ റൈറ്റ് ട്രയാങ്കിൾ ശ്രദ്ധിക്കാം. എ ബി സി വട്ടത്രികോണം എ ബി സിയിൽ എ ബി എത്രയെന്ന് പറഞ്ഞ് ഈക്വൽ ടു എക്സ്. ശരിയല്ലേ? ബി സി എത്രയാണെന്ന് നോക്കി, അത് 21 മൈനസ് എക്സ് അല്ലേ? എ സി എത്രയാ? എ സി എന്ന് പറഞ്ഞാൽ കർണാണ്, ഹൈപ്പോട്ടന്യൂസ് ആണ്. 15. പൈതഗോറസ് അനുസരിച്ച് ചെറിയ രണ്ട് വശങ്ങളായിരിക്കും ഇവിടെ ചെറുത്. എ ബിയും ബി സിയുമാണ് ചെറുത് കേട്ടോ. എപ്പോഴും 90 ഡിഗ്രിക്കെതിരെ വരുന്നതാണ് വലുത്. 90 ഡിഗ്രിക്കെതിരെ വരുന്നതാണ് വലുത്, ആണ് കർണം, ഹൈപ്പോട്ടന്യൂസ്. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ. എ ബി സ്ക്വയർ എത്രയാ? എക്സ് സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 21 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സി എന്ന് പറഞ്ഞാൽ 15 സ്ക്വയർ. അതായത് എക്സ് സ്ക്വയർ പ്ലസ്, ഓക്കെ, ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ രൂപത്തിലാണ്. അപ്പോൾ എന്ത് വേണം? എ സ്ക്വയർ, അതായത് 21 സ്ക്വയർ മൈനസ് 2 എ ബി എന്ന് പറയുമ്പോൾ ഇത് തമ്മിൽ ഗുണിച്ചിട്ട് അതിൻ്റെ ഇരട്ടി. ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ 21 എക്സ്, അതിൻ്റെ ഇരട്ടി എത്രയാ? 42 എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 15 സ്ക്വയർ. ഇത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇടത് ഭാഗത്ത് ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട് അല്ലേ? എക്സ് സ്ക്വയറും കൂടി കൂട്ടുമ്പോൾ എത്രയാ? 2 എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറും കൂട്ടിയപ്പോൾ 2 എക്സ് സ്ക്വയർ മൈനസ് 42 എക്സ്. ഇനി പ്ലസ് 21 സ്ക്വയർ. 21 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 441 സമം പുറത്താല് 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 225. ഇത് മനസ്സിലായ? എക്സ് സ്ക്വയർ കൂട്ടിയപ്പോൾ 2x സ്ക്വയർ, പിന്നെ എക്സിന്റെ ആള് അതായത് 42 മൈനസ് 42 എക്സ്, പിന്നെ സംഖ്യ 105 ആണ്. ഇനി 2x സ്ക്വയർ മൈനസ് 42 എക്സ്. ഇതിനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ 225 മൈനസ് 441, അതായത് 2x സ്ക്വയർ മൈനസ് 42 എക്സ് സമം നെഗറ്റീവ് എന്ന് വന്നു. വേറെ തര ചിഹ്നങ്ങൾ വരുമ്പോൾ നെഗറ്റീവ് വന്നു. ഇനി എന്ത് ചെയ്യാം? 441 നിന്ന് എന്ത് ചെയ്യണം? നമുക്ക് 225 കുറയ്ക്കണം. അപ്പോൾ എന്താ പറയുക? 6 3 വരുമ്പോൾ 116 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. സോറി, 216 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ശരിയല്ലേ? 216. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് 216. ഇനി നമുക്ക് എല്ലാത്തിനും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പരമാവധി ചെറുതാക്കണം കേട്ടോ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെറുതാക്കിയിരിക്കണം. സിമ്പിൾ ആക്കിയിട്ട് വേണം ചെയ്യാം. അപ്പോൾ എന്താ കൂടെ വരിക? എക്സ് സ്ക്വയർ മൈനസ് 21 എക്സ് സമം നെഗറ്റീവ് 216നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ തെറ്റരുത്. 216നെ നമ്മൾ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശ്രദ്ധിക്കും. 2 ഒരു പ്രാവശ്യം, 2 0. അടുത്ത സംഖ്യ ഇറക്കിയിട്ടു. ഇത് സംഖ്യ ഇറക്കിയിട്ട് കഴിഞ്ഞാൽ അതിൽ പോകണം. അതിൽ നമുക്കറിയാം 2 ഒന്നിൽ പോവില്ല. അപ്പോൾ നമ്മൾ മുകളിൽ 0 ഇട്ടിരിക്കണം കേട്ടോ. 0 ഇട്ടില്ലെങ്കിൽ അത് തെറ്റി. ഇനി 6 ഇറക്കിയപ്പോൾ 16 എത്ര പ്രാവശ്യം? 8 പ്രാവശ്യം. അപ്പോൾ 16 108 എന്ന് കിട്ടിയിട്ടുണ്ടാവും. അതിന് പകരം നമുക്ക് 18 എന്നാണ് കിട്ടുന്നതെങ്കിൽ തെറ്റിയെന്ന് അർത്ഥം. നമുക്കറിയാം 216നെ 2 കൊണ്ട് ഹരിക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. 216ന്റെ പകുതിയല്ല 18 എന്ന് പറയുന്നത്, 108 ആണ്. അവിടെ 0 വന്നത് മനസ്സിലായില്ലേ? ഒരു സംഖ്യ ഇറക്കിയിട്ട് കഴിഞ്ഞാൽ അതിൽ പോകണം. അപ്പം നെഗറ്റീവ് 108 ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു.
ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്, ശ്രദ്ധിക്കും, നന്നായിട്ട് ശ്രദ്ധിക്കും കേട്ടോ. അതായത് സാധാരണഗതിയിൽ എക്സ് സ്ക്വയർ വന്നാൽ നമ്മൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യാനും ചെയ്യാം. 21 സംഖ്യ അത് ഇരട്ട സംഖ്യയല്ല, ഈവൺ നമ്പർ അല്ല അത്. ഇതിനു മുമ്പൊക്കെ തന്നെ അവിടെ ഈവൺ നമ്പറാണ് വന്നിരുന്നത്. ഇവിടെ 21 വന്നാൽ അതിൻ്റെ പകുതി എത്രയാ? 10 അല്ലേ? അതിൻ്റെ സ്ക്വയർ എടുക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 21/2 സ്ക്വയർ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാണ്, ഫ്രാക്ഷനാണ്, ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കിട്ടാ. ഇവിടെ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇവൻ ഇങ്ങോട്ട് വലിക്കുക. എക്സ് സ്ക്വയർ മൈനസ് 21x പ്ലസ് 108 സമം 0. എപ്പോഴാണ് നമ്മൾ ഇവനെ ഇങ്ങോട്ട് വലിക്കുക? ഇത് ഇരട്ട സംഖ്യ അല്ലാതെ, ഈ വൺ നമ്പർ അല്ലാതെ വരിക. അവിടെ 8 എന്നായിരുന്നുവെങ്കിൽ ഒരു പ്രശ്നമില്ല. 8 എന്നാണെങ്കിൽ അതിന്റെ പകുതി സ്ക്വയർ, 8ന്റെ പകുതി 4, 4 സ്ക്വയർ 16 നമ്മൾ അപ്പുറത്ത് ഇടയും. ഇവിടെ 21 ഒറ്റ സംഖ്യ, ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ വന്നാൽ നമുക്ക് അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അപ്പുറത്തുള്ള 108 കൊണ്ട് വലിക്കുക. ഇപ്പൊ നമുക്കത് എ സ്ക്വയർ മൈനസ്, ഇപ്പൊ നമുക്ക് ഇത് കൈകാര്യം ചെയ്യാം. എങ്ങനെ? ഫോർമുല ഉപയോഗിച്ചത് കൈകാര്യം ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു -21, സി ഈക്വൽ ടു എത്രയാണ്? 108. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവനെ നിർദ്ധാരണം ചെയ്യാം. എക്സിന്റെ 2 വിലകൾ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ വെച്ച് നമ്മളത് തിരിച്ചറിയണം കേട്ടോ. ഒന്നും കൂടി, ഇതുവരെയൊന്നും യാതൊരു പ്രശ്നമില്ല, നിങ്ങൾ സാധാരണ കണക്കുകൾ ചെയ്തിട്ടുള്ളതാണ്, ഒരു കുഴപ്പമില്ലാണ്ട് നമ്മളിവിടെ എത്തി. ഇവിടെ എത്തിയിട്ട് ഇതിന്റെ പകുതിയുടെ സ്ക്വയർ എടുക്കാന്ന് നോക്കിയില്ലേ, സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. പകുതി എന്ന് പറയുമ്പോൾ 21ന്റെ പകുതി എത്രയാണ്? 10. അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10.5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡെസിമൽ വന്നു, അല്ലെങ്കിൽ ഫ്രാക്ഷൻ വന്നു, ബുദ്ധിമുട്ടായി. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവനെ ഇങ്ങോട്ട് വലിക്കുക, വലതുഭാഗത്തുള്ള സംഖ്യനെ ഇടത്തോട്ട് വലിക്കുക. അപ്പൊ ഇതുപോലെ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഈക്വൽ ടു 0 കിട്ടിയാൽ നമ്മൾ നേരത്തെ ഫോർമുല എക്സ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് വെച്ച് നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ചോദിക്കാം, എക്സ് സ്ക്വയറിന്റെ കൂടെ ഇവിടെ വന്നാലും ഒരു പ്രശ്നമില്ല. നമ്മൾ ഇതിനു മുൻപ് ചെയ്ത എല്ലാ കണക്കുകളും നോക്കി ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. ഏത് തരത്തിലുള്ള വന്നാലും നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. സമ്മതിച്ചാ? അപ്പോൾ ഈ കണക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. എയുടെ വില കിട്ടി, ബിയുടെ വില കിട്ടി. എയുടെ വില എത്രയാ? 1, ബിയുടെ വില എത്രയാ? -21, സിയുടെ വില എത്രയാ? 108. ഇനി നമുക്ക് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. എല്ലാവരും ഇത് എഴുതിയിട്ട് വേഗോട്ടെ. എല്ലാവരും പോസ് ചെയ്ത് എഴുതിയിരിക്കട്ടെ. ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി പഠിക്കും സാർ, എല്ലാവരും എഴുതി കഴിഞ്ഞില്ലേ? ഓക്കെ, കേട്ടാ. ഞാൻ ഇവിടുന്ന് തൊട്ട് ഇവിടേക്ക് എടുത്ത് എഴുതാം. എക്സ് സ്ക്വയർ മൈനസ് 21x പ്ലസ് 108 സമം 0. ഇത് ഫോർമുല ഉപയോഗിച്ചാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായില്ല. ശരി, ഇവിടെ എ എത്രയാണ്? എക്സ് സ്ക്വയറിന്റെ കൂടെ വരുന്നത് 1 ആണ്. ബി എത്രയാണ്? എക്സിന്റെ കൂടെ വരുന്നത് -21 ആണ്. സി എത്രയാണ്? 108 ആണ്. നമ്മൾ ഫോർമുല എക്സ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് √b സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. നെഗറ്റീവ് ബി എന്ന് പറയുമ്പോൾ എത്രയാണ്? -21 പ്ലസ് ഓർ മൈനസ് √b സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുമ്പോൾ -21ന്റെ സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു എയുടെ അല്ലാത്ത 1 അല്ലേ, ഇൻറ്റു സിയുടെ എത്രയാണ്? 108 ഡിവൈഡഡ് ബൈ 2a എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു എയുടെ എത്രയാണ്? 1. 2 നെഗറ്റീവ് വന്നാൽ അത് പോസിറ്റീവായി. 21 പ്ലസ് ഓർ മൈനസ് -21ന്റെ സ്ക്വയർ ആണെങ്കിലും പോസിറ്റീവിൻ്റെ ആണെങ്കിലും പോസിറ്റീവ് മാത്രമേ വരുള്ളൂ. 441. ഇത് ഒരു മൈനസേ ഉള്ളൂ, അപ്പോൾ മൈനസ് ഇതാ. നേരത്തെ 2 മൈനസ് ഉണ്ടായിരുന്നു, അപ്പോഴാണ് നമ്മൾ പ്ലസ് വന്നത്. ഇവിടെ ഒരു മൈനസേ ഉള്ളൂ, ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ട ഭാഗമാണത്. എന്താ പറഞ്ഞ്? ഒരു മൈനസേ ഉള്ളൂ. ഇത് ഗുണിക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടാം? 432 എന്ന് നമുക്ക് ഡിവൈഡഡ് ബൈ 2, അതായത് 21
പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഇത് തമ്മിൽ കുറയ്ക്കുക 9 ഡിവൈഡഡ് ബൈ 2. അതായത് 21 പ്ലസ് ഓർ മൈനസ് 9 സ്ക്വയർ 3 ബൈ 2. ആദ്യം പ്ലസ് കൊടുക്കുക നമുക്ക് 21 പ്ലസ് 3 ബൈ 2 24 ബൈ 2. അപ്പോൾ നമുക്ക് ഒരു വില എത്ര കിട്ടി? നമുക്ക് 12 എന്ന് കിട്ടിയിട്ടുണ്ടാവും. അടുത്തത് 21 മൈനസ് 3 ബൈ 2 18 ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 9 എന്ന് കിട്ടിയിട്ടുണ്ടാവും. ശരിയല്ലേ? 9. ഇപ്പൊ നമുക്ക് കിട്ടിയ എക്സിന്റെ 2 വിലകൾ ഏതൊക്കെയാണെന്ന് നോക്കി. എക്സിന് ഇപ്പൊ 2 വിലകൾ കിട്ടിയിരിക്കുന്നു. ഏതൊക്കെയാ എക്സിന്റെ 2 വിലകൾ? എക്സിന്റെ 2 വിലകൾ ഏതൊക്കെയാണ്? 12 അല്ലെങ്കിൽ 9. 12 വരാം അല്ലെങ്കിൽ 9 വരാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ എക്സിന്റെ വില ഒന്നുകിൽ 12 വരാം അല്ലെങ്കിൽ എത്ര വരാം? 9 വരാം. അപ്പോൾ ഈ ചതുരത്തിന്റെ വശങ്ങളുടെ നീളങ്ങൾ എന്താ വരിക? നീളമല്ലേ നമ്മൾ എക്സ് എന്ന് വിളിച്ചത്? therefore അല്ലേ, ലെങ്ത് അല്ലേ, അതായത് നീളം സമം എക്സ് ഈക്വൽ ടു 12. ഇനി ബ്രെഡ്ത്ത് വീതി അല്ലെങ്കിൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം അല്ലേ, കുറച്ചുകൂടി ബെറ്റർ രൂപം നമുക്ക് വേറെ ഉണ്ട്. എക്സിൻ്റെ വിലയുടെ എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയത്? 12 കിട്ടി അല്ലെങ്കിൽ 9 കിട്ടി. ആദ്യം തന്നെ നമ്മൾ ഇത് രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് 2 വിലയും നമുക്ക് സ്വീകരിക്കാം. ചതുരത്തിൻ്റെ റെക്ടാങ്കിളുടെ സൈഡല്ലേ, അത് രണ്ടും പോസിറ്റീവ് വരുള്ളൂ. ഇത് രണ്ടും പോസിറ്റീവ് ആണ്. 2 വിലയും നമ്മൾ എടുക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, വെൻ എക്സ് ഈക്വൽ ടു 12, എക്സിൻ്റെ വില 12 ആകുക അല്ലേ, ലെങ്ത് ഈക്വൽ ടു അതായത് നീളം സമം, നീളത്തെ എക്സ് എന്നല്ലേ തുടക്കത്തിൽ വിളിച്ചത്, എക്സ് സമം എത്രയാണ്? 12. അതുപോലെ തന്നെ ബ്രെഡ്ത്ത് അതായത് വീതി സമം, വീതിയെ നമ്മളെന്താ വിളിച്ചത്? 21 മൈനസ് എക്സ് അതായത് 21 മൈനസ് 12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9. ഇപ്പൊ നമ്മൾ എക്സിന്റെ വില 12 വരുമ്പോഴത്തെ കാര്യം ചെയ്ത് അല്ലേ. വെൻ എക്സ് ഈക്വൽ ടു 9 അതായത് എക്സിന്റെ വില 9 ആയാൽ എന്താ നമ്മൾ എഴുതാൻ പോകുന്നത്? ലെങ്ത് അതായത് നീളം എക്സ് സമം 9. അതേസമയം ബ്രെഡ്ത്ത് അതായത് വീതി സമം 21 മൈനസ് എക്സ് അതായത് 21 മൈനസ് 9. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഇങ്ങനെ എഴുതി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അത് അവസാനിപ്പിക്കാനായിട്ട്. നന്നായിട്ട് ശ്രദ്ധയോടെ അതൊക്കെ നോക്കുക, ഓരോ ഭാഗം നോക്കുക, എന്നിട്ടത് ചെയ്യുക കേട്ടോ.